നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ മണ്ഡലങ്ങളിലെ പര്യടനം കഴിഞ്ഞ് ഗോകുലും ഞാനും മറ്റവതാരകരും ഒക്കെ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. ചൂട് പിടിച്ച വാശിയേറിയ പ്രചാരണമാണ് ഇന്ന് അതിന് കൊട്ടിക്കലാശമാവുകയും 25 ദിവസം മണ്ഡലങ്ങൾ ഇളക്കി മറിച്ച് നടത്തിയ പ്രചരണത്തിന്റെ അവസാനം സ്വാഭാവികമായി ഇഞ്ചോടിഞ്ച് മത്സരമാണ്. പല കോട്ടകളിലും കടുത്ത മത്സരങ്ങൾ എല്ലാ മുന്നണികളും നേരിടുന്നുണ്ട്. അപ്പോൾ ശക്തി എത്രത്തോളം അല്ലെങ്കിൽ ആത്മവിശ്വാസം എത്രത്തോളം എന്ന് കാണിക്കാനുള്ള അവസാന അവസരം കൂടിയാണ് ഇന്നത്തെ കുട്ടിക്കലാശം. അപ്പോൾ അത് അങ്ങേയറ്റം ആവേശകരമായിരിക്കും. ഉറപ്പാണ് ആ ആവേശം പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ പൊടി പൂരമായിരിക്കും. അതെ, ഇന്ന് ഏപ്രിൽ 7-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്, മീനം 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ആദ്യം പോകുന്നത് നാസയുടെ ചരിത്രം കുറിച്ച ദൗത്യത്തിലേക്കാണ്. ആർട്ടമിസ് 2 ദൗത്യം അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഒറായൻ പേടകം ചന്ദ്രന് ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിന് 6545 കിലോമീറ്റർ അടുത്താണ് പേടകം എത്തിയത്. ചന്ദ്രന്റെ പിന്നിലൂടെയുള്ള പേടകത്തിന്റെ യാത്ര തുടരുകയാണ്. ഇന്നലെ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ എത്തുന്ന ഏറ്റവും അകന്ന ദൂരം ഒറൈൻ പിന്നിട്ടിരുന്നു. അപ്പോളോ 13 ദൗത്യത്തിന്റെ റെക്കോർഡാണ് ഇന്നലെ മറികടന്നത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:14 മുതൽ 40 മിനിറ്റ് സമയം മിഷൻ കൺട്രോളുമായി പേടകത്തിന് ബന്ധമുണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കപ്പെട്ട ബ്ലാക്ക് ഔട്ട് ആയിരുന്നു ഇത്. 3 ദിവസവും 22 മണിക്കൂറും 31 മിനിറ്റും എടുത്ത് ഭൂമിയിലേക്ക് പേടകം മടങ്ങിയെത്തുമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട്. 1972 ശേഷം ഇത്ര അടുത്ത് ചന്ദ്രനടുത്തേക്ക് എത്തുന്ന ഒരു ദൗത്യം ഉണ്ടായിട്ടില്ല. ഏതായാലും 4 ബഹിരാകാശ യാത്രികർ അവരുടെ ഈ 10 ദിവസം നീളുന്ന പര്യവേഷണം ഭാവി ദൗത്യങ്ങൾക്ക് ചന്ദ്രനിലെ അടുത്തേക്ക് എത്താൻ, ചന്ദ്രനിൽ വീണ്ടും കാലുകുത്താൻ, ചന്ദ്രനിലെ ധാതുക്കളെ പറ്റി, ചന്ദ്രനിലെ ജീവസാന്നിധ്യത്തെ പറ്റി, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എന്താവും, അല്ലെങ്കിൽ ഭാവിയിൽ അവിടെ ഒരു വാസസ്ഥലം കെട്ടിപ്പടുക്കാനാകുമോ എന്ന പര്യവേഷണത്തിലെ നിർണായക നാഴികക്കല്ലാണ് ഈ ആർട്ടമിസ് 2. ആർട്ടമിസ് 4-ലായിരിക്കും മനുഷ്യർ പോവുകയെങ്കിൽ പോലും ആ പോക്കിലേക്കുള്ള നിർണായകമായ വിവരങ്ങൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏറെ പ്രധാനമായ ദൗത്യം അത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഒരു പോയിന്റിലേക്ക് സഞ്ചാരികളെത്തിയ ആദ്യ ദൗത്യം. അങ്ങനെ പല റെക്കോർഡുകൾ ഭേദിക്കുന്നുണ്ട്. ഏതായാലും ഈ ദൗത്യം അതിൻ്റെ നിർണായക ഘട്ടങ്ങളെ പിന്നിടുകയാണ്. അതിൻ്റെ പര്യവേഷണത്തിൻ്റെ ചന്ദ്രനെ വലം വെച്ചുകൊണ്ടുള്ള പര്യവേഷണങ്ങൾ പുരോഗമിക്കുകയുമാണ്. സംഘം സ്പ്ലാഷ് ഡൗൺ ചെയ്യുക 10-ാം തീയതിയാണ്. പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. അവർ കൊണ്ടുവരുന്ന വിവരങ്ങൾ, അവർ ശേഖരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവർ ശേഖരിക്കുന്ന ചിത്രങ്ങളുമൊക്കെ ഇനിയുള്ള ദൗത്യങ്ങളുടെ എന്താ പറയുക, ദിശാസൂചികയായിരിക്കുമെന്നതിൽ സംശയമില്ല. അതെ, അങ്ങനെ മാനവരാശിയുടെ ഇനി വരാനിരിക്കുന്ന ഭാവിയിൽ ഏറെ നിർണായകമായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ചന്ദ്രനിൽ നിന്ന് നമ്മൾ നേരെ ഭൂമിയിലേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക്. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ പവേർഡ് ബൈ ബെർജർ പെയിന്റ്സ്, പെയിന്റ് യുവർ ഇമാജിനേഷൻ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ, വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. ബെസ്റ്റ് ക്വാളിറ്റിയിലും ബെസ്റ്റ്, ഫിനിഷിലും ബെസ്റ്റ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചാരണം. പ്രചാരണത്തിന്റെ അവസാന ദിവസം കൊട്ടിക്കലാശത്തോടെ ആഘോഷമാക്കാൻ മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പുള്ള നിശബ്ദ പ്രചാരണ കാലയളവിൽ മണ്ഡലങ്ങളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ പലയിടങ്ങളിൽ നിന്നും ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ്, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് വലിയ പോരാട്ടം നടക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങൾ നിരവധിയുണ്ട്. അവിടെ കൊട്ടിക്കലാശം പ്രത്യേക നിയന്ത്രണങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലൂടെയും പരസ്യം കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? പൊടിപൂരമായിരിക്കും? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് ഗോകുൽ. എന്തായാലും 25 ദിവസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണം അത് ഇന്ന് അവസാനിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ പരസ്യ പ്രചാരണം അവസാനിക്കാൻ സമയമുള്ളൂ. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചാരണത്തിൻ്റെ സമയം. ഇന്ന് വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ മറ്റ് പൊതുപരിപാടികളോ വാഹന അനൗൺസ്മെൻറ്റുകളോ ഒന്നും നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ 25 ദിവസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശം അത് ആഘോഷമാക്കാൻ മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു.
നടക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രത്യേകത. നേമമാകട്ടെ, വട്ടിയൂർക്കാവാകട്ടെ, കഴക്കൂട്ടമാകട്ടെ, കാട്ടാക്കടയാകട്ടെ, മണ്ഡലങ്ങളിലെല്ലാം വീറും വാശിയുമായി മുന്നണികൾ ശക്തമായി തന്നെ രംഗത്തുണ്ട്. സ്വാഭാവികമായി അവരുടെ കൊട്ടിക്കലാശവും അതേ രീതിയിൽ തന്നെ ആവേശത്തോടെ അണികൾ ഒന്നടങ്കം എത്തി അതൊരു ആഘോഷമാക്കാൻ തയ്യാറാകുകയാണ്. എന്തായാലും നമ്മൾ കൊട്ടിക്കലാശം സാധാരണഗതിയിൽ എപ്പോഴും കാണാറുള്ളത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ പേരൂർക്കടയിലാണ്. പക്ഷേ പേരൂർക്കടയിൽ ഒതുങ്ങില്ല. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം ഇന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും പ്രത്യേകമായി തന്നെ 24ഉം അതിനുവേണ്ടിയുള്ള അത് കവർ ചെയ്ത് അതേ രീതിയിൽ അതേ ആവശ്യത്തോടു കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 48 മണിക്കൂറും പൂർണ്ണമായി നിശബ്ദ പ്രചാരണമാണ്. അതായത് വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ നിശബ്ദ പ്രചാരണമാണ്. ആ സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പരസ്യങ്ങൾ നൽകുന്നതിന് പോലും പ്രത്യേക മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അപ്രൂവൽ നേരത്തെ തന്നെ വാങ്ങണം. അതുകൂടാതെ ഇന്ന് പരസ്യപ്രചാരണം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഇല്ലാത്തവർ, മണ്ഡലത്തിലെ വോട്ടർമാരല്ലാത്തവർ എല്ലാവരും ഔദ്യോഗിക ഡ്യൂട്ടിയിലുള്ളവർ മാത്രമായിരിക്കണം തുടരേണ്ടത്. വോട്ടർമാരും ബാക്കിയുള്ളവരെല്ലാം മണ്ഡലം വിട്ടു പോകണം. ഇത്തരത്തിൽ ദേശീയ നേതാക്കളെല്ലാം ഇന്നും ഉണ്ട്. ഇന്നും തിരുവനന്തപുരത്ത് ദേശീയ നേതാക്കളുണ്ട്. ദേശീയ നേതാക്കൾ അവർക്ക് വൈകിട്ട് വരെ എല്ലാം ഉണ്ടാവും. പക്ഷേ 6 മണിക്ക് കഴിഞ്ഞാൽ അവരുടെ അതാത് മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം ഓരോ മുന്നണികളും അവരുടെ വോട്ടുകൾ അവസാനം സ്വന്തം വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നിശബ്ദ പ്രചാരണത്തിലായിരിക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും അവർ നടത്തും. എന്തായാലും പൊതു യോഗങ്ങൾ, പൊതുപരിപാടികൾ, വാഹന അനൗൺസ്മെന്റുകൾ അവയെല്ലാം ഇന്നത്തോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. ക്രിസ്റ്റീന, ഗോകുൽ. ശരി ഉമേഷ്, ഏതായാലും തിരുവനന്തപുരത്തെ ആവേശക്കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ സ്വാഭാവികമായും കൊട്ടിക്കലാശത്തിലും ആ ഒരു മത്സരവും വീറും വാശിയും ഒക്കെ അവരുടെ പ്രകടനങ്ങളിൽ, അവരുടെ എന്താ പറയുക തയ്യാറെടുപ്പുകളിൽ, ആവേശത്തിലൊക്കെ നമ്മൾ കാണാം. ഇനി കൊച്ചിയിലേക്കാണ്. വിപിൻ സി വിജയനുണ്ട്. വിപിൻ, UDF വലിയ പ്രതീക്ഷ വെക്കുക, അല്ലെങ്കിൽ 100 സീറ്റ് നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്നത് മധ്യ കേരളത്തിലാണ്. പ്രത്യേകിച്ച് എറണാകുളം നേരത്തെ തന്നെ UDFന്റെ കൈപ്പിടിയിലുള്ള ഒരു ജില്ലയാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ നഷ്ടമായ പലയിടങ്ങളും വലിയ പ്രതീക്ഷ വെക്കുന്നു. കാര്യമായ പ്രചാരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ 2020 NDA വലിയ പ്രതീക്ഷ വെക്കുന്ന ഇടങ്ങൾ. വലിയ വാശിയും വീറുമുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. തീർത്തും ആവേശകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇതിന്റെ കലാശക്കൊട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ 100 സീറ്റ് എന്നുള്ളതാണ് UDF ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ മധ്യ കേരളം അവർ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് എറണാകുളവും ഇടുക്കിയും കോട്ടയവും അവർ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ളതാണ്. 9 സീറ്റുകളാണ് എറണാകുളത്തെങ്കിൽ അത് 9-ന് മുകളിലേക്ക്, ഒരു 10-ന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനായുള്ള സജീവമായുള്ള പ്രവർത്തനം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. നമ്മൾ ആദ്യം മുതൽ കണ്ടത് പല വിധത്തിലുള്ള പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുന്ന കാഴ്ചയായിരുന്നു ആദ്യഘട്ടത്തിൽ. പ്രചാരണ വിഷയങ്ങൾ മാറി മറിഞ്ഞിരുന്നു. ഡീൽ ഓർ നോ ഡീൽ എന്നുള്ള പല മണ്ഡലങ്ങളിൽ, പകുതിയോളം മണ്ഡലങ്ങളിൽ ഡീൽ വിഷയത്തിൽ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷം വയനാട് പുനരധിവാസത്തിലെ വീടുകൾ സംബന്ധിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കാണിക്കുന്നു. ഇങ്ങനെ ഈ ഒരു 25 ദിവസത്തോളം വലിയ രീതിയിലുള്ള ആവേശകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിഷയങ്ങളും കൂടി ഉയർന്നു വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പറവൂർ മണ്ഡലത്തിന്റെ ഭാഗമായത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായിട്ടുള്ള പറവൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പറവൂർ മാർക്കറ്റിലാണ്. രാവിലെ തന്നെ നമുക്ക് കാണാം വളരെ സജീവമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കുന്നു. അത്രത്തോളം ആവേശത്തിൽ ഈ ഒരു കലാശക്കൊട്ടിനായി ഓരോ ഭാഗങ്ങളും ഒരുങ്ങുന്നു എന്നുള്ളതാണ് അത് രാവിലെ തന്നെ ഉള്ള ഒരു കാഴ്ച. എങ്ങനെയുണ്ട് ചേട്ടാ പ്രചാരണത്തിന്റെ ഒക്കെ ഒരു പ്രചാരണം? ലാസ്റ്റ് ആയില്ലേ, ഇന്ന് 5 മണിക്ക് അടിപൊളിയാണ്. ഒപ്പത്തിനൊപ്പമാണോ? ഒപ്പത്തിനൊപ്പമല്ല, ഇവിടെ സതീശൻ ജയിക്കും. പിന്നെ ഉറപ്പ്, 100% ഉറപ്പ്. 4 നൂറ്റാണ്ട് എന്നുള്ളത് ഇനിയും തുടരും. മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ കേരളത്തിന്റെ. പിന്നെ ഇവിടെ പിണറായി വിജയൻ വന്നാലും രക്ഷയില്ല. അത്രയും ശത്രുക്കളെ അടിച്ചിറക്കും. ഒരു വികസനം നടന്നാലും ഭരണം കിട്ടിയില്ല 10 കൊല്ലം. ഇനി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആകെ മാറും. യെസ്, അപ്പോൾ അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ഏറ്റവും അവസാനമായിട്ടുള്ള അവരുടെ ഒരു വാക്കുകൾ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചാരണവും രാവിലെ ആരംഭിക്കുന്നുണ്ട്. E.T. ടൈസൺ മാസ്റ്റർ അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്നു, LDFനായിട്ട് നിൽക്കുന്നു. ഒപ്പം പുനർജനി വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്ന ഒരു മണ്ഡലം കൂടിയാണ് പറവൂർ. അപ്പോൾ പറവൂരിൽ മാത്രം നിൽക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഏറ്റവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ A ക്ലാസ് മണ്ഡലമായി BJP കരുതുന്ന ഒരു മണ്ഡലം. അവിടെ 2020 സീറ്റുകൾ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയായി എറണാകുളം ജില്ല മാറുന്നു എന്നുള്ളതുമാണ് ഒരു പൊതുചിത്രമുള്ളത്. ഇപ്പോൾ ഈ
സ്ഥലങ്ങളെല്ലാം തന്നെ, അതായത് മധ്യ കേരളത്തിൽ എത്ര സീറ്റുകൾ നേടും എന്നുള്ളതാണ് UDFന്റെ ഒരു വിജയത്തിൽ ഏറ്റവും പ്രധാനമാവുക. അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ചിട്ടുള്ള അവസാനവട്ട പരസ്യ പ്രചാരണത്തിലേക്ക് ഇനിയുള്ള മണിക്കൂറുകൾ കടക്കും എന്നുള്ളതും തീർച്ചയാണ്. ഗോകുൽ, ക്രിസ്റ്റീന. അതാണ് മധ്യകേരളത്തിൽ നിന്ന് വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് കൂടി ചേരുകയാണ്. വർഷ, വെരി ഗുഡ് മോർണിംഗ്. മലബാർ മേഖല അത് കുണ്ടുപിടിച്ച പ്രചാരണത്തിലായിരുന്നു. ചില വിവാദങ്ങൾ, ചില വിമതശല്യം, ഒപ്പം തന്നെ അല്ലറ ചില്ലറ വിദ്വേഷ പരാമർശങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു പ്രചാരണ കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ആ പോളിംഗിനും കൗണ്ടിങ്ങിനും ഇടയിലുള്ള ഈ ഒരു കുട്ടിക്കലാശം എന്ന് പറയുന്നത് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെയാണ്. ഇതിൽ ആരാണ് മുന്നിലെത്തുന്നത്, അതിലും ഒരു മത്സര ബുദ്ധിയോടുകൂടെയാണ് ഇന്ന് പാർട്ടികൾ വരാൻ പോകുന്നത്. കോഴിക്കോട് നിന്ന് മലബാറിൽ നിന്ന് പറയാനുള്ള വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗോകുൽ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാനഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. അതിന്റെ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. ഇന്ന് വൈകിട്ടോട് കൂടി പരസ്യ പ്രചരണം അങ്ങനെ അവസാനിക്കും. ആഴ്ചകൾ നീണ്ടുനിന്ന വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാറിലെ എല്ലാ ജില്ലകളിലും നടന്നിട്ടുള്ളത്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ പല രീതിയിലുള്ള വിവാദങ്ങളും ഇതിനോടകം ഉണ്ടായി എന്നുള്ളതാണ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പലതും ഉണ്ടായ ഒരു ഇടമായിരുന്നു മലബാർ എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പല രീതിയിലും കെ സുധാകരൻ ഇഷ്യൂ ഉൾപ്പെടെ പല രീതിയിലുള്ള ഈ ഒരു വിവാദങ്ങളും ഈ മലബാറിനെ ബാധിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കോഴിക്കോടേക്ക് വരികയാണെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ പോലും പല രീതിയിലുള്ള വിവാദങ്ങളും ഉണ്ടായി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇങ്ങനെ മലപ്പുറത്താണെങ്കിലും പല രീതിയിലുള്ള വിമതശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിലും മലബാർ ഇത്തവണ വളരെ ശ്രദ്ധേയമായ ഒരു പ്രചരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും മലബാറിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിമതശല്യം തന്നെയാണ്. കണ്ണൂരിൽ ഉൾപ്പെടെ ഈ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള വിമതശല്യമാണ് LDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണുള്ളത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. ഞാനുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 13 മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 13 മണ്ഡലങ്ങളിൽ 11 എണ്ണവും LDFന്റെ കൈവശമാണുള്ളത്. ബാക്കി 2 എണ്ണം മാത്രമാണ് UDFനുള്ളത്. അതും കോൺഗ്രസിനല്ല. UDFിൽ കോൺഗ്രസിന് ഇതുവരെ സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1/4 നൂറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് സീറ്റില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി. അത് നികത്തുക എന്നുള്ളതാണ് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം. അതിനുവേണ്ടിയുള്ള കഠിനമായ പോരാട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ നടത്തിയത്. രാഹുൽ ഗാന്ധി എത്തി, പ്രിയങ്ക ഗാന്ധി എത്തി, മല്ലികാർജ്ജുൻ ഖാർഗെ എത്തി. അങ്ങനെ നേതാക്കളെ എല്ലാം അണിനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം തന്നെ ഈ അവസാന ദിവസങ്ങളിൽ പോലും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് വളരെയധികം മുന്നേറ്റമുണ്ടായ ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ തവണ 50ഓളം വർഷമായി ഭരിക്കുന്നത് ഇവിടെ LDF ആണ് കോർപ്പറേഷൻ. എന്നാൽ ഇത്തവണ അങ്ങനെ വടക്കൻ കേരളത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മധ്യ കേരളത്തിന്റെ കാര്യം പറഞ്ഞാലും വടക്കൻ കേരളത്തിന്റെ കാര്യം പറഞ്ഞാലും ഏത് മുന്നണിയായാലും അവർ ലക്ഷ്യമിടുന്ന ഈ 100 അല്ലെങ്കിൽ 100+, 100, 110 ഇത് ഏത് നേടണമെങ്കിലും വടക്കൻ കേരളത്തിൽ കാര്യമായ സീറ്റ് വർധന ഉണ്ടാവണം. അതിൽ എല്ലാവരും പ്രതീക്ഷ വെക്കുന്നുണ്ട്. വലിയ വാശിയേറിയ പ്രചാരണമാണ് നടന്നത്. ഇനി പോകുന്നത് കോട്ടയത്തേക്കാണ്. ടോബി, ഗുഡ് മോർണിംഗ്. എന്താണ് കോട്ടയത്തെ ഒരു ആവശ്യം? കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി വഴി കടന്നു പോകുമ്പോൾ ചാണ്ടിയുമ്മിൻ്റെ മാത്രം ഫ്ലെക്സുകളില്ല, പോസ്റ്ററില്ല, അല്ലെങ്കിൽ സാമ്പ്രദായികമായ ഒരു പ്രചാരണ രീതിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഒരു അഭിവാദ്യം അർപ്പിച്ചൊരു ഫ്ലെക്സ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുപോലും കാണാൻ പറ്റില്ല. ഞാൻ കടന്നുപോയ വഴിയിൽ എങ്ങും കാണാൻ പറ്റിയില്ല. ഇന്ന് ഈ കൊട്ടിക്കലാശം വരുമ്പോൾ എന്താണ് ചാണ്ടിയുടെ പ്ലാൻ? പുതുപ്പള്ളിയിൽ എങ്ങനെയാവും ഒരു കൊട്ടിക്കലാശം? ഒപ്പം മൊത്തം കോട്ടയത്തിൻ്റെ ഒരു ചിത്രം എങ്ങനെയാണ്? ഗോകുൽ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വാശിയേറിയ പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ച അല്ലെങ്കിൽ 2.5 ആഴ്ചയോളം നീണ്ടു നിന്ന ആ പ്രചരണ കാലത്ത് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ വിപിൻ സി വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിൽ ആർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ മേൽക്കൈ ആർക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ജില്ല എന്നുള്ളത് കോട്ടയം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ UDFന്റെ ശക്തി കേന്ദ്രമാണ്, കേരള കോൺഗ്രസുകളുടെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസുകൾ എത്ര സീറ്റ് വാങ്ങുന്നു എന്നുള്ളത്, നേടുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ജോസ് കെ മാണി LDFനൊപ്പം പോയതിനു ശേഷം കോട്ടയം ജില്ലയിൽ 5-4 എന്ന നിലയിലായിരുന്നു. അതായത് 5 സീറ്റ് LDFന് സ്വന്തമാക്കാൻ സാധിച്ചു. 4 സീറ്റ് മാത്രമാണ് UDFിലേക്ക് വന്നത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പാലായിൽ ജോസ് കെ മാണി മത്സരത്തിന് ഇറങ്ങുന്നു. അവിടെ ഇത്തവണയെങ്കിലും ജയിക്കണമെന്നൊരു വാശിയോടുകൂടി ജോസ് കെ മാണി കളത്തിലിറങ്ങുമ്പോൾ മാണി സി കാപ്പൻ, അവിടുത്തെ സിറ്റിംഗ് MLA, വീണ്ടും ജനവിധി തേടുന്നു. ഒപ്പം
ഒപ്പം തന്നെ ഷോൺ ജോർജ് കൂടി അവിടേക്ക് വന്നതോടുകൂടി പാലായിൽ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ എല്ലാ ആവേശവും എല്ലാ വീറും വാശിയും നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ കാണാൻ സാധിച്ചു. എന്തായാലും അവിടെ ആര് ജയിക്കുമെന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തായാലും കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ വാശിയേറിയ പോരാട്ടത്തിന്റെ എല്ലാ പ്രതീതിയും നമുക്ക് പാലായിൽ കാണാൻ സാധിക്കും. തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള പൂഞ്ഞാർ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി നോക്കുകയാണെങ്കിലും സമാനമായ രീതിയിൽ PC ജോർജ് മത്സരിക്കുന്നു പൂഞ്ഞാറിൽ. അവിടെയും ത്രികോണ മത്സരത്തിന്റെ എല്ലാ കളവും ഒരുങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ മത്സരിക്കുന്നു. ചീഫ് വിപ്പിനെതിരെ ജയരാജന്റെ നമുക്കറിയാവുന്ന ഒരു വ്യക്തിപ്രഭാവം ആ മണ്ഡലത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും അവിടെയും വാശിയേറിയ പോരാട്ടം. പുതുപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അല്പം മുമ്പ് ഗോകുൽ സൂചിപ്പിച്ച പോലെ പോസ്റ്ററുകൾ വേണ്ടെന്ന് വെച്ച് വ്യത്യസ്തമായ ഒരു പ്രചരണ രീതി ചാണ്ടിയുമൻ നടത്തുന്നു. സൈക്കിളിൽ വോട്ട് ചോദിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വൈറലായി. പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷം വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ BJPയും ഉണ്ട് അവിടെ. കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ സിറ്റിംഗ് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ K അനിൽകുമാർ ഇറങ്ങുന്നു. അതുപോലെ തന്നെ പേരുകളിൽ സാമ്യമുള്ള P അനിൽകുമാർ എന്ന വ്യക്തി NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും അതുപോലെ തന്നെ വിനു ജോബും തമ്മിൽ കേരള കോൺഗ്രസുകളുടെ ഫൈറ്റ് ചങ്ങനാശ്ശേരിയിലും അതുപോലെ തന്നെ കടുത്തുരുത്തിയിലും. മോൻസ് ജോസഫ് വീണ്ടും ജനവിധി തേടുമ്പോൾ അവിടെ നിർമ്മല ജിമ്മി വരുന്നു. വൈക്കത്ത് ഇത്തവണ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. CPIയുടെ ഉറച്ച കോട്ട എന്ന് പറയുമ്പോൾ വൈക്കത്ത് CPIയുടെ MLA ആയിരുന്ന K അജിത്ത് NDA പാളയത്തിലേക്ക് BJPയിലേക്ക് വന്ന് സ്ഥാനാർത്ഥിയായി വരുന്നു. ഒപ്പം തന്നെ അവിടെ സണ്ണിയം കബിക്കാടുമായിട്ടുള്ള വിഷയത്തിൽ പ്രാദേശിക ഒരു കോൺഗ്രസ് നേതാവായിട്ടുള്ള ബിനിമോനെ കൊണ്ടുവന്ന് കോൺഗ്രസും വലിയ നീക്കം നടത്തുന്നു. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടം നടക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസുകൾ എത്ര സീറ്റ് നേടുന്നു, ജോസ് കെ മാണി വിജയിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ ചർച്ചയാണ്. എന്തായാലും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വാശിയേറിയ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മതസാമുദായിക സംഘടനകളുടെ നിലപാട്. ഏറ്റവും ഒടുവിൽ FCRA വിഷയം വലിയ ചർച്ചയാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സഭാധ്യക്ഷന്മാർ ഓരോരുത്തരായി വന്ന് അവരുടെ പ്രതികരണങ്ങൾ പരസ്യമായി തന്നെ നടത്തുന്നു. അതിന് കേന്ദ്രമന്ത്രി സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കം മറുപടി പറയുന്നു. PC ജോർജിന്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ വലിയ ചർച്ചയാകുന്നു. അങ്ങനെ മതസാമുദായിക സംഘടനകൾ NSS ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ഇതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ സർക്കാരിനോട് അനുകൂലമായിട്ടുള്ള നിലപാട് NSS സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പല വിഷയങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകളാണോ അതല്ല എന്തെങ്കിലും ട്രെൻഡാണോ എന്നൊന്നും തിരിയാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു പ്രചാരണവും സാഹചര്യമാണ്. പ്രതികരണങ്ങൾ പോലും കോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയാണ്. പല വിഷയങ്ങളുമുണ്ട്, പല കൗതുകങ്ങളുമുണ്ട്. ഈ പറയുന്നത് പോലെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ സൈക്കിൾ പ്രചാരണം മറ്റ് ജില്ലകളിലേക്കും ഒക്കെ ചാണ്ടി പോയിരുന്നു. ഒപ്പം തന്നെ അച്ഛനും മകനും മത്സരിക്കുന്നു തൊട്ടടുത്ത മത്സരങ്ങളിൽ പാലായിലും പൂഞ്ഞാറിലും. അങ്ങനെ ഒരുപാട് കൗതുകങ്ങളും കോട്ടയത്ത് നിന്നുണ്ട്. ടോബി ജോൺസനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ശരി, നമ്മൾ ഇനി പോകുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്കാണ്. കാസർഗോഡ് പ്രദീപ് നാരായണനുണ്ട്. പ്രദീപ്, വെരി ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ തരാനുള്ള വാർത്തകൾ. കൊട്ടിക്കലാശം എങ്ങനെയായിരിക്കും? സ്ഥാനാർത്ഥികളുടെ ഒരു ലാസ്റ്റ് ലാപ്പ് ഓട്ടപ്പാച്ചിൽ. ഗോകുൽ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ നോക്കുകയാണെങ്കിൽ 2 മണ്ഡലങ്ങളാണ് ഒരു സ്റ്റാർ മണ്ഡലം എന്ന ഒരു പരിവേഷം ഇതിനകം കൈകൊണ്ടിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വം. ഈ 2 സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്തതോടുകൂടിയാണ് ഈ 2 മണ്ഡലങ്ങൾക്ക് ഒരു താര പരിവേഷം വന്നത്. 5 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കാസർഗോഡ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ LDF ഇറക്കി എന്നതാണ്. അതോടുകൂടി കാസർഗോഡ് മണ്ഡലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോരാട്ടത്തിനാണ് അരങ്ങൊരുക്കിയിരിക്കുന്നത്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ പോരിന് ആണ് ഇത്തവണ വഴിതെളിഞ്ഞിട്ടുള്ളത്. തൃക്കരിപ്പൂരിൽ LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. കാഞ്ഞങ്ങാടും സമാന സ്ഥിതിയാണ്. എല്ലായിടത്തും വികസന പ്രശ്നങ്ങൾ, അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് പ്രത്യേകത എന്ന് പറയുന്നത് മലയോരം മുതൽ തീരപ്രദേശം വരെ നീണ്ടുകിടക്കുന്ന രീതിയിലാണ് മണ്ഡലങ്ങളുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖല കർണാടക വനവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ വന്യമൃഗ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വോട്ടർമാർ ചർച്ച ചെയ്യുന്നത്. തീരമേഖലയിൽ കടലേറ്റ പ്രശ്നം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ജില്ലയിലാകെ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ സക്രിയമായി ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ഓട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമ്മൾ 5 മണ്ഡലങ്ങളിലും നമ്മുടെ ആങ്കർമാർ ഉൾപ്പെടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അങ്ങനെയാണ്. ജില്ലയിൽ 11 ലക്ഷത്തോളം വോട്ടർമാരാണ്
ഇത്തവണ ജനവിധി രേഖപ്പെടുത്താൻ പോവുക. ഓരോ മണ്ഡലങ്ങളിലും 10,000 മുതൽ 20,000 വരെ വോട്ടുകൾ ഈ SIRന്റെ ഭാഗമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്രത്തോളം വോട്ടുകൾ വെട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ എത്രമാത്രം വോട്ട് ചെയ്യാനെത്തുന്നത് നിർണായകമാണ്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കാസർഗോഡ്, മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രവാസി വോട്ടർമാർ കൂടുതലായുണ്ട്. നമുക്കറിയാം, ഗൾഫ് നാട്ടിലേക്ക് വരാനുള്ള ഒരു പ്രയാസമുണ്ട്. വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം പ്രവാസികൾ എത്തി വോട്ട് ചെയ്യുമെന്നത് കൂടി ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ ഫലങ്ങൾ എന്നാണ് നാം ഏതായാലും കേരളം ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമോ, അല്ലെങ്കിൽ K. സുരേന്ദ്രൻ കുറെ വർഷങ്ങളായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നതാണ്. ഇത്തവണ അവിടെ പിടിച്ചെടുക്കുമെന്ന് ആത്മവിശ്വാസം പറയുന്നുണ്ട്. എന്താകും വിധി എന്നത് കാത്തിരിക്കാം. ഏതായാലും വലിയ പ്രവചനാതീതമാണ്. മാത്രവുമല്ല, ഇന്നും നാളെയും ഒക്കെ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നിഷ്പക്ഷരായ വോട്ടേഴ്സ് അവസാന നിമിഷത്തെ അറ്റം ബോംബുകൾ എന്താണ്, അല്ലെങ്കിൽ പുതിയ വിവാദങ്ങൾ എന്തെങ്കിലും വരുമോ, വലിയ വെളിപ്പെടുത്തലുണ്ടാകുമോ എന്നതൊക്കെ സസ്പെൻസായി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ 24ന്റെ അവതാരകർ പ്രേക്ഷകർക്കിടയിലേക്ക് നേരിട്ടെത്തിയ വോട്ടത്തോണിന് സമാപനം. ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റായ 24ന്റെ വോട്ടത്തോൺ നാടിന്റെ ഇലക്ഷൻ ഡെസ്കാണ് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലൂടെ 72 മണിക്കൂർ നീണ്ട പ്രയാണം പൂർത്തിയാക്കിയത്. തെരഞ്ഞെടുപ്പ് ആവേശം വോട്ടർമാരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ വോട്ടത്തോണിനും 24ന്റെ അവതാരകർക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വൻ സ്വീകരണമാണ് ലഭിച്ചത്. അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിക്കുകയാണ്. നാടിന്റെ ആവേശം രൂപം 24ന്റെ അവതാര പുലികൾ ന്യൂസ് റീഡേഴ്സ് കൂടി ചേരുന്നു. ഒപ്പം റിപ്പോർട്ടേഴ്സും. നാടിന്റെ ഉള്ളറിയാൻ, ചൂടും ചൂരും പകർത്താൻ നാട്ടുവഴിയിലൂടെ നാടിന്റെ ഇലക്ഷൻ ഡെസ്ക് യാത്ര തുടരുന്നു. വോട്ടത്തോൺ നാടിന്റെ ഇലക്ഷൻ ഡെസ്ക്. കേരളം ജനവിധി എഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രേക്ഷകരുടെ പ്രിയ വാർത്താ ചാനലും ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുമായ 24ന്റെ അവതാരപുലികൾ നേരിട്ട് വോട്ടർമാരുടെ ഇടയിലേക്കെത്തിയത്. 72 മണിക്കൂർ നീണ്ടുനിന്ന വോട്ടത്തോണിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വൻ സ്വീകരണമാണ് ലഭിച്ചത്. നാടിന്റെ ഇലക്ഷൻ ഡെസ്കിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ച അവതാരപുലികൾ പ്രേക്ഷകരുടെ വോട്ടാവേശം മുഴുവനായി പകർത്തി വോട്ടത്തോണിൽ ഓടിയെത്തി. തിരുവനന്തപുരത്തെ വിശേഷവുമായി KR ഗോപികൃഷ്ണനും കൊല്ലത്തെ വോട്ട് കാഴ്ചകളുമായി അനൂജ രാജേഷും, പത്തനംതിട്ടയിലെ വോട്ടാവേശം പ്രേക്ഷകരിലെത്തിച്ച് ഗോകുൽ രവിയും, ആലപ്പുഴയിലെ വോട്ട് കാഴ്ചകളുമായി ക്രിസ്റ്റീന ചെറിയാനും, കോട്ടയത്തെ ഉശിരൻ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി സ്മിത ഹരിദാസും വോട്ടത്തോണിൽ ഓടിയെത്തി. ഇടുക്കിയിൽ നിന്ന് പ്രവിത ലക്ഷ്മിയും എറണാകുളത്തു നിന്ന് ഉന്മേഷ് ശിവരാമനും തത്സമയ വോട്ടുകാഴ്ചകളുമായി വോട്ടത്തോണിൽ വന്നു. തൃശൂരിൽ നിന്ന് അമൃത പടിക്കാലും, പാലക്കാട്ടെ ചൂടൻ വോട്ടാവേശവുമായി പ്രജിൻ സി കണ്ണനും, മലപ്പുറത്തെ വോട്ടാവേശവുമായി ഹാഷ്മി താജ് ഇബ്രാഹിമും വോട്ടത്തോണിൽ പങ്കുചേർന്നു. കോഴിക്കോട്ടെ വോട്ടുകാഴ്ചയുമായി തനീഷ് തമ്പിയും, വയനാട്ടിലെ വോട്ടാവേശവുമായി സുഹൈൽ മുഹമ്മദും, കണ്ണൂരിലെ തത്സമയ വോട്ടുകാഴ്ചകളുമായി അസിത സഹീറും, കാസർകോട്ടെ വിശേഷങ്ങളുമായി ദിൽന മധുവും നാടിന്റെ ഇലക്ഷൻ ഡെസ്കുമായി പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലൂടെ 72 മണിക്കൂർ നീണ്ട പ്രയാണമാണ് വോട്ടത്തോൺ വിജയകരമായി പൂർത്തിയാക്കിയത്. തിരഞ്ഞെടുപ്പാവേശം വോട്ടർമാരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ 24ന്റെ അവതാരപുലികൾ കേരളത്തിന്റെ ഓരോ ഇലക്ഷൻ സ്പന്ദനവും തത്സമയം 24ന്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. ഇറാനെതിരെ പ്രകോപനപരമായ ഭീഷണി ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കും, നാളേക്കുള്ളിൽ നയതന്ത്ര കരാറിലെത്തിയില്ലെങ്കിൽ ഇറാന്റെ സർവ്വ മേഖലകളെയും തകർക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്ക നടത്തുന്നത് ക്രൂരമായ അധിനിവേശ യുദ്ധമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ദിവസങ്ങളായി നിൽക്കുന്ന ആ സംഘർഷം അത് ഇനി ഏത് നിലയിലേക്ക് പോകുമെന്ന ആശങ്കയ്ക്കിടെയാണ് നേതാക്കൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ട്രംപിന്റെ വലിയ ഭീഷണി വരുന്നത് അടുത്തൊരു കടുത്ത സൈനിക നീക്കത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്?
ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. ഏറെ നാളിന് ശേഷമാണ് വൈറ്റ് ഹൗസിന്റെ മീഡിയ ബ്രീഫിംഗ് റൂമിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. സാധാരണ ഓവൽ ഓഫീസിൽ വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ പ്രകോപനപരമായിട്ടുള്ള സംസാരമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതായത് നാളേക്കുള്ളിൽ ഒരു നയതന്ത്ര കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാന്റെ സർവ്വ മേഖലകളും തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അത് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും തകർക്കും. അതുപോലെ ഇറാന്റെ ഓരോ പാലങ്ങളും പവർ പ്ലാന്റുകളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുമെന്നാണ് ട്രംപ് പറയുന്നത്. വെറും 4 മണിക്കൂർ കൊണ്ട് ഇറാന്റെ എല്ലാ പാലങ്ങളും പവർ പ്ലാന്റുകളും ഒക്കെ തകർക്കാൻ തക്ക ശേഷിയുണ്ട്. ആ രീതിയിലുള്ള ഒരു സൈനിക പദ്ധതിയാണ് തയ്യാറാണെന്നാണ് ഈ ട്രംപ് ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിലും മറ്റ് നയതന്ത്ര വിഷയങ്ങളിലും ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് ഇറാന് സമയം അനുവദിച്ചിരിക്കുന്നതെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതേസമയം ഈ അമേരിക്കൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ അനീതിയും അതുപോലെ ക്രൂരമായ ഒരു യുദ്ധമാണെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായ ഇസ്മയിൽ ബഗായി ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഇത്തരം നടപടികൾക്ക് അവരെ തന്നെ റെസ്പോൺസിബിൾ ആക്കാനായിട്ട് അമേരിക്കൻ ജനത തയ്യാറാകണമെന്ന് അമേരിക്കൻ ജനതയോട് ഒരു ആഹ്വാനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നിലവിലെ സംഘർഷം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ച ഒന്നാണെന്നാണ് ബഗായിയുടെ ആരോപണം. അതേസമയം ഇറാനെതിരെ വൻ സൈനിക നീക്കത്തിന് ഇസ്രയേൽ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പച്ചക്കൊടിക്കായിട്ട് കാത്തിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും സംഘവും. ഇറാനിലെ തന്ത്രപ്രധാനമായ ഊർജ്ജ കേന്ദ്രങ്ങൾ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തകർക്കാനുള്ള ഒരു വലിയ പട്ടിക ഇസ്രയേൽ ഭരണകൂടം അംഗീകാരം നൽകിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതേസമയം ഈ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാൻ സൈന്യവും വന്നിട്ടുണ്ട്. ആക്രമിച്ചാൽ ഒടുവിൽ അമേരിക്കയും ഇസ്രയേലും പശ്ചാത്തപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്ന് അവരുടെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമീനിയ ആണ് വ്യക്തമാക്കിയത്. അതുപോലെ സ്കൂളുകൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ലംഘിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അതേസമയം ഈ വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ആക്രമണം ശക്തമാക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ സൈന്യം. വെടിനിർത്തൽ ചർച്ചകളിൽ ഒരു പുരോഗതിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അടുത്ത ഒരു 3 ആഴ്ചത്തേക്കുള്ള പുതിയ യുദ്ധ പദ്ധതികൾക്ക് ഇസ്രായേൽ സൈനിക മേധാവി അംഗീകാരം നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളും ഈ സമയത്ത് ലഭിക്കുന്നുണ്ട്. കൃഷ്ണ, ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയാനുണ്ട്. സൗദിക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. കിഴക്കൻ മേഖലയ്ക്ക് നേരെ വന്ന 11 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് സമീപമാണ് മിസൈൽ അവശിഷ്ടങ്ങൾ വീണത്. ജലീൽ കണ്ടമംഗലം ചേരുന്ന വിവരങ്ങളുമായി. ജലീൽ, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസത്തെയും പോലെ ആക്രമണം അങ്ങനെ തുടരുന്നു. ഈ ഊർജ്ജ നിലയങ്ങൾക്ക് സമീപം അവശിഷ്ടങ്ങൾ വീണു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കൃഷ്ണ, ഗോകുൽ, ഗുഡ് മോർണിംഗ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം സൗദിക്ക് നേരെ വീണ്ടും ശക്തമായ രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മണിക്കൂറുകളിൽ സൗദിയിലെ കിഴക്കൻ മേഖലയ്ക്ക് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആകെ 11 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായി മന്ത്രാലയം അറിയിച്ചു. എന്നാൽ തകർക്കപ്പെട്ട മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണ് മേഖലയിലെ പ്രധാന ഊർജ്ജ നിലയങ്ങളുടെയും വ്യവസായ കേന്ദ്രങ്ങളുടെയും തൊട്ടടുത്താണ് എന്നാണ് ഗൗരവമായ കാര്യം. നാശനഷ്ടങ്ങൾ ഉണ്ടെന്നാണ് സൂചന. സംഭവ സ്ഥലത്ത് നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണ് അധികൃതർ. മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് പറയുന്നതനുസരിച്ച് സുരക്ഷാ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക വേണ്ടെങ്കിലും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വരും മണിക്കൂറുകളിൽ നാശനഷ്ടങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് കരുതുന്നത്. കിഴക്കൻ മേഖലയ്ക്ക് നേരെയാണ് പുതുതായി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ സൗദിയുടെ പ്രധാന എണ്ണ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. സൗദി അരാംകോയുടെ ആസ്ഥാനമായ ജുബൈലും റാസ്റ്റനൂറ എണ്ണ ശുദ്ധീകരണശാലയും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങൾ പലതും കിഴക്കൻ പ്രവിശ്യയിലുണ്ട്. അതാണ് ഈ മേഖല കൂടുതൽ ലക്ഷ്യം വെക്കാനുള്ള കാരണം. കിഴക്കൻ മേഖലയിൽ ആക്രമണങ്ങൾക്ക് മുമ്പായി കഴിഞ്ഞ രാത്രി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചിരുന്നു. സുരക്ഷിതമായ സ്ഥലത്ത് കഴിയണമെന്നും പുറത്തിറങ്ങരുത് എന്നും പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. ആക്രമണങ്ങളുടെയോ പ്രതിരോധ സംവിധാനങ്ങളുടെയോ ചിത്രങ്ങൾ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ് എന്ന സന്ദേശവും മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സൗദിക്ക് നേരെ വന്ന 885 ഡ്രോണുകളും 83 ബാലിസ്റ്റിക് മിസൈലുകളും 9 ക്രൂയിസ് മിസൈലുകളും സൗദി പ്രതിരോധ സേന തകർത്തു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സൗദിക്ക് നേരെ കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടാകാറില്ലായിരുന്നു. ശനിയാഴ്ച ഒരു ആക്രമണവും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച ഒരു മിസൈൽ ആക്രമണ ശ്രമവും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സൗദിക്ക് നേരെയുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇറാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു ജലീൽ കണ്ണമംഗലം.
കൃഷ്ണ, ഇനി നമുക്ക് ആശ്വാസമുള്ള വിവരം കൂടിയാണ് വരുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടന്ന 2 LPG കപ്പലുകൾ ഇന്നും നാളെയുമായി ഇന്ത്യൻ തീരത്തെത്തും. ഗ്രീൻ സാൻവി, ഗ്രീൻ ആശ എന്നീ കപ്പലുകളാണ് എത്തുന്നത്. ഇന്ത്യൻ പതാകയുള്ള 16 കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടക്കാനുള്ളത്. PR അരവിന്ദാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അരവിന്ദ്, വെരി ഗുഡ് മോർണിംഗ്. 33 കോടി ഗ്യാസ് കണക്ഷനുകളുള്ള രാജ്യം, ഒരു ദിവസം നമുക്ക് 80,000 ടൺ ആവശ്യവുമുണ്ട്. അപ്പോൾ അതിന് പര്യാപ്തമാണോ ഈ വരുന്ന കപ്പലുകൾ? എന്തായാലും വലിയ ആശ്വാസ വാർത്തയാണല്ലോ ഈ 16 കപ്പലുകൾ കൂടി എത്താനുണ്ട് എന്നത്. കൃഷ്ണ, 16 ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകളാണ് ഇനി ഹോർമൂസ് കടലിടുക്ക് കടക്കാനുള്ളത്. കേന്ദ്ര സർക്കാർ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുള്ള. ഇതിൽ ഒരു LNG, ഒരു LPG, അതുപോലെ തന്നെ 5 ക്രൂഡ് ഓയിൽ കപ്പലുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചരക്ക് കപ്പലുകളാണ് ഈ 16-ൽ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം 2 LPG ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുണ്ട്. ഗ്രീൻ സാൻവി, അതുപോലെ തന്നെ ഗ്രീൻ ആശ എന്നീ ടാങ്കറുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നത്. ഇത് ഇന്നും നാളെയുമായി ഇന്ത്യൻ തീരത്തേക്ക് എത്തും എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പാചകവാതക പ്രതിസന്ധിയും അതുപോലെ തന്നെ ഇന്ധന പ്രതിസന്ധിയും വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ 2 കപ്പലുകൾ കൂടി എത്തുന്നത് ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം ഇന്ത്യക്ക് നൽകുന്നതാണ്. 44,000 മെട്രിക് ടൺ LPG ഈ ഗ്രീൻ സാൻവിയിലുണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മുംബൈ തീരത്തും ബംഗളൂരു തീരത്തുമായിട്ടായിരിക്കും ഈ കപ്പലുകൾ എത്തുക. അതേസമയം മറ്റ് കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് കടക്കാനുള്ള ചർച്ചകൾ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇറാൻ അധികൃതരുമായി ബന്ധപ്പെട്ട കൃത്യമായ ചർച്ചകൾ നടക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വിദേശ പതാകയേന്തിയ കപ്പലുകൾ, ഇന്ത്യയിലേക്കുള്ള കപ്പലുകളും ഹോർമൂസ് കടലിടുക്കിൽ തുടരുകയാണ്. ഇതിനു വേണ്ടിയുള്ള അനുമതിക്കും കൃത്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റ് രാജ്യങ്ങളിലടക്കം ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇന്ത്യ കൃത്യമായി തന്നെ പ്രതിരോധിക്കുകയാണ്. രാജ്യത്ത് ആവശ്യമായ പെട്രോളും ഡീസലും ഉണ്ടെന്നും അതോടൊപ്പം തന്നെ LPGക്ക് ക്ഷാമമില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായ വിതരണ ശൃംഖല അത് സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ പരിഭ്രാന്തരാകുന്നതാണ് ചിലയിടങ്ങളിൽ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാകുന്നത്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ പ്രചാരണങ്ങളിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. എന്തായാലും 2 LPG ടാങ്കറുകൾ കൂടി ഇന്ത്യയിലേക്ക് ഉടനെത്തും. ബാക്കി 16 കപ്പലുകൾ കൂടി എത്തിക്കാനുള്ള നടപടികളും ശക്തമാക്കി കഴിഞ്ഞു. അരവിന്ദ്, തുടരുക. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ടല്ലോ. എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസൺ രാജിവെച്ചു. അടുത്ത വർഷം സെപ്റ്റംബറിൽ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് രാജി. അരവിന്ദ്, ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജിവെക്കുക എന്നത് അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചെന്നാണ്. അതിന്റെ കാരണം എന്തെങ്കിലും രാജിയിൽ പറയുന്നുണ്ടോ? രാജിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളൊന്നും ക്യാമ്പൽ വിൽസൺ ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ പുതിയ CEOയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എയർ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ വിമാന അപകടം നടക്കുകയും ഇതിന് പിന്നാലെ എയർ ഇന്ത്യക്കടക്കം ഏകദേശം 20,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ രാജിവെക്കാനുള്ള സന്നദ്ധ ക്യാമ്പൽ അറിയിച്ചിരുന്നു. പിന്നീട് CEOയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയും അത് പുതിയ ആളെ കണ്ടെത്തുവാനുള്ള നീക്കങ്ങളും എയർ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് ബോർഡ് മീറ്റിംഗ് നടക്കുകയും ഈ ബോർഡ് മീറ്റിംഗിൽ ക്യാമ്പൽ വിൽസന്റെ രാജി എയർ ഇന്ത്യ ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തത്. 2022-ലാണ് ക്യാമ്പൽ വിൽസൺ എയർ ഇന്ത്യയുടെ CEO എത്തുന്നത്. പിന്നീട് കഴിഞ്ഞ വർഷങ്ങളടക്കം CEO ആയി പ്രവർത്തനം തുടരുന്നുണ്ട്. അടുത്ത വർഷം സെപ്റ്റംബറിലായിരുന്നു കാലാവധി അവസാനിക്കാനിരുന്നത്. പക്ഷേ ഒരു വർഷം മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ്. എന്തായാലും പുതിയ CEO കണ്ടെത്തുന്നതുവരെ ഈ സ്ഥാനത്ത് ക്യാമ്പൽ വിൽസൺ തുടരും. ഈ ചുമതലകളിൽ തുടരുമെന്നതാണ് എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അഹമ്മദാബാദ് വിമാനാപകടത്തിനും അത് പിന്നാലെ വലിയ രീതിയിലുള്ള സുരക്ഷാ ആശങ്കകൾ എയർ ഇന്ത്യ നേരിട്ടിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രാജി ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെയും എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിമാന ടിക്കറ്റ് നിരക്ക് അടക്കം വലിയ ശക്തമായി ഉയരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രാജി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പുതിയ CEO കണ്ടെത്താനുള്ള നീക്കങ്ങളും എയർ ഇന്ത്യ ശക്തമാക്കി കഴിഞ്ഞു. ഗോകുൽ, ക്രിസ്റ്റീന. ലൈംഗികാതിക്രമ കേസിൽ ജയിലിലുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പരാതി വ്യാജമെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും രഞ്ജിത്ത് വാദിക്കുന്നുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, നേരത്തെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തിയൊപ്പം പരാതി ഉണ്ടായ കാലതാമസം എന്തൊക്കെയായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത്, അല്ലെങ്കിൽ അഭിഭാഷകർ പറഞ്ഞതൊക്കെ അത് തന്നെയായിരിക്കുമോ വാദങ്ങൾ?
ഗോകുലം ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 ദിവസങ്ങൾ പിന്നിടുന്നു. ഇന്നാണ് അദ്ദേഹത്തിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത്. ജാമ്യഹർജിയിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന വാദങ്ങളൊന്ന് ഈ പരാതി വ്യാജമെന്നാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്. ICC, അതായത് ഓരോ സിനിമയ്ക്കും ICC ഉണ്ട്. പക്ഷേ ICCയിൽ പരാതി നൽകാതെ ഇത്തരത്തിലൊരു പരാതി പോലീസിന് കൈമാറിയതിലടക്കം അസ്വാഭാവികത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനുവരി 30-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പക്ഷേ പരാതി ലഭിക്കുന്നത് മാർച്ച് 28-ാം തീയതി മാത്രമാണ്. ഈ കാലതാമസം അടക്കം പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. ഒപ്പം രഞ്ജിത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള കാര്യവും കോടതി അറിയിക്കും. കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ എന്ത് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ജാമ്യഹർജിയെ എതിർക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ 2 ദിവസത്തെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു 354 വകുപ്പ്, പഴയ 354 വകുപ്പ് പ്രകാരമുള്ള കേസാണ്. അപ്പോൾ ഇനിയും കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യം നിലവിലുണ്ടോ എന്ന് കോടതി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ആനുകൂല്യത്തിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രതിഭാഗം ജാമ്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രതിഭാഗം ഉള്ളത്. എന്തായാലും രാവിലെ ഒരു 11 മണിയോടുകൂടി തന്നെ ജാമ്യഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ ഇന്നു മുതൽ വാദം കേൾക്കൽ ആരംഭിക്കും. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും ഇന്ന് ആരംഭിക്കുക. മറ്റന്നാൾ വരെയാണ് പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവർക്ക് വാദം ഉന്നയിക്കാനുള്ള സമയം. രാജസ്ഥാനിലെ 2 ഗ്രാമങ്ങളിൽ അജ്ഞാത രോഗം പടരുന്നു. 5 ദിവസത്തിനിടെ 5 കുട്ടികളാണ് മരിച്ചത്. അസുഖത്തിന്റെ കാരണം കണ്ടെത്താൻ ഗ്രാമത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇത്തരത്തിൽ 5 ദിവസത്തിൽ 5 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അതൊരു അജ്ഞാത രോഗം എന്ന നിലയിൽ അതിനപ്പുറമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിവരം ലഭ്യമാണോ? ഏത് തരത്തിലാണ് രാജസ്ഥാനിലെ ആരോഗ്യവകുപ്പ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? കൃഷ്ണ ഗോകുൽ, അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് രാജസ്ഥാൻ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനാണ് ഇടയിലാണ് ഈ 2 ഗ്രാമങ്ങളിലായി 5 കുട്ടികൾ മരിച്ചത്. കൃത്യമായി എന്താണ് ഈ രോഗകാരണമെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. മരിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് കടുത്ത പനിയും ഛർദിയും റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. കൃത്യമായ പരിശോധന ഈ ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട്. രാജസ്ഥാനിലെ ഘാട്ട അതുപോലെ തന്നെ ലാൽപുര ഗ്രാമങ്ങളിലായിരുന്നു ഈ കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നിരവധി കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. എന്തായാലും അടിയന്തരമായി ആരോഗ്യ സംഘങ്ങൾ അവിടെ എത്തി വിവിധ തലത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. മുൻപും സമാനമായ രീതിയിലുള്ള കുട്ടികളുടെ മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള 5 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വിവിധ പരിശോധനകൾ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ ഇപ്പോൾ രാജസ്ഥാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സാഹചര്യം വിലയിരുത്തുകയും കൃത്യമായ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പിന് നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ആശുപത്രികളിൽ നിന്നുള്ള വിദഗ്ധ സംഘങ്ങൾ ഇവിടേക്ക് എത്തുകയും കൂടുതൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ശക്തമായ പരിശോധനകൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഇതുകൂടാതെ തന്നെ നിരവധി കുട്ടികൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും രാജസ്ഥാൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന ഗോകുൽ. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം. ഇന്നലെ രാത്രി 9:30യോടെയാണ് പനമരം കരിമ്പുമ്മലിൽ റോഡ് മുറിച്ചു കടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത്. റോഡ് മുറിച്ചു കടന്ന പുലി വാഹന ഷോറൂമിലെ വാഹനങ്ങൾ മറിച്ചിടുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസം പനമരത്ത് നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള കമ്പളക്കാട് പുലിയെന്ന് സംശയിക്കുന്ന വന്യജീവി പശുവിനെ കൊന്നിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. തമിഴ്നാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്കാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഇന്നലെ വൈകിട്ട് 3 മണി വരെയായിരുന്നു പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 234 മണ്ഡലങ്ങളിലുമായി 4574 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. 9 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി, മുൻ മുഖ്യമന്ത്രി O പനീർസെൽവം, DMDK അധ്യക്ഷ പ്രേമലത വിജയകാന്ത്, കേന്ദ്രമന്ത്രി L മുരുകൻ, മുൻ ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ, BJP അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ ഇന്നലെയാണ് പത്രിക നൽകിയത്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി അമിത് ഷാ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ പുതുച്ചേരിയിൽ പ്രചാരണം നടത്തി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് സീർക്കാഴിയിലും കടലൂരും പ്രചാരണം നടത്തും.
അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. NDAയുടെ പ്രചാരണങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നയിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് പ്രതിപക്ഷ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുക. അതേസമയം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരായ ആരോപണത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. കോൺഗ്രസ് വക്താവ് പവൻ ഖേരയ്ക്കെതിരെ ഹിമന്ത ബിശ്വ ശർമ്മ അപകീർത്തി കേസ് നൽകി. അതേസമയം ബംഗാളിൽ കോൺഗ്രസ് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് പത്രിക പുറത്തിറക്കുക. ഇത്തവണ സഖ്യമില്ലാതെ 294 സീറ്റിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ഡൽഹി നിയമസഭയിലെ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അതിക്രമിച്ചു കടന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ എല്ലാ സാധ്യതകളും പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ അറസ്റ്റിലായ UP സ്വദേശി സരബ്ജിത്തിന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. ഗേറ്റ് തകർത്ത് അകത്തു കയറിയ കാറിന് 5 മിനിറ്റോളം നിയമസഭാ വളപ്പിൽ കഴിയാൻ സാധിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തുന്നത്. IPL കാലമാണ്. ഇനി IPL വിശേഷങ്ങളിലേക്ക്. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. 3ാം ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്താമെന്ന പ്രതീക്ഷയിലാണ് ആതിഥേയരായ രാജസ്ഥാൻ. അതേസമയം 2ാം ജയമാണ് മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കളിയിൽ പരിക്കുമൂലം കളിക്കാതിരുന്ന ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തുന്നത് മുംബൈക്ക് കരുത്താകും. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. സംസ്ഥാന പോലീസ് മേധാവി വിഷയത്തിൽ മറുപടി അറിയിക്കും. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് TK ഗോവിന്ദൻ പറയുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സുരക്ഷയുണ്ടെന്നായിരുന്നു ഇന്നലെ പോലീസ് അറിയിച്ചത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മതസ്പർദ്ധ വളർത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ഖാദർ കരിപ്പൊടിക്കെതിരെ കാസർഗോഡ് സൈബർ പോലീസ് കേസെടുത്തു. സമൂഹത്തിൽ ചേരിതിരിവും ശത്രുതയും അതുവഴി കലാപവും ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന പരാതിയിലാണ് കേസ്. പബ്ലിക് കേരള എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റും കാസർഗോഡ് നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ ML അശ്വിനിയാണ് പരാതി നൽകിയത്. കാസർഗോഡ് പഴയ ചുവരിയിലെ റിയാസ് മൗലവി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസും വിവരങ്ങളുമാണ് ഖാദർ കരിപ്പൊടി ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത്. നമ്മൾ ചില സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. അവസാന മണിക്കൂറുകളിൽ എന്താണ് അവരുടെ പ്രതീക്ഷ എന്ന് നോക്കാം. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി കെണിയിൽ ജനങ്ങൾ ചാടില്ലെന്ന് DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫ് 24നോട്. വയനാട് ദുരന്ത ഭൂമിയിൽ വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ കോൺഗ്രസ് ഇളിഭ്യരായി നിൽക്കുകയാണ്. മതം പറഞ്ഞും വർഗീയത പറഞ്ഞും വോട്ട് വാങ്ങാനുള്ള മുസ്ലിം ലീഗ് ശ്രമം തീക്കളിയാണ്. അതിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്തിരിയണമെന്നും വസീഫ് പറഞ്ഞു. 100-ലധികം സീറ്റുകൾ നേടി LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും വസീഫ് പറഞ്ഞു. DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫാണ് 24നോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന നിമിഷത്തിൽ എന്തൊക്കെയാണ് LDFന്റെ പ്രതീക്ഷകൾ? കേരളത്തിലാകെയുള്ള പ്രതീക്ഷയായിരിക്കും ചോദിച്ചത് എന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ വിവിധ സർവേകൾ ഇപ്പോൾ വന്നു. ആ സർവേകളിലൊക്കെ പറയുന്നത് ഒരു 80+ സീറ്റുകളാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 100-ലധികം സീറ്റ് കിട്ടും എന്ന് തന്നെയാണ്. ഇടതുപക്ഷം ഗവൺമെൻറ് പുനരധിവാസ പ്രവർത്തനത്തിന് ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. ടൗൺഷിപ്പ് എല്ലാവരും അംഗീകരിച്ചു. ആ ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് ഇവർ പണം കൊടുത്തിട്ടില്ല. പകരം ഇവരെന്താ ചെയ്തത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ പോലും കൊടുക്കരുത് എന്ന് KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ആപ്പ് ഉണ്ടാക്കുക. അവസാനം എന്തായി? ആപ്പുമില്ല, കോപ്പുമില്ല. ഗത്യന്തരമില്ലാതെ അവർ ഭൂമി എടുത്തു. ആ ഭൂമി തന്നെ 3.5 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമിക്ക് തന്നെ കൊടുക്കാൻ ഞങ്ങളിൽ പണമില്ല എന്നവർ പറയുക. ആ 3.5 ഏക്കറിൽ അവർ പ്രഖ്യാപിച്ച 230 വീട് ചുരുങ്ങിയത് അവർ പറഞ്ഞല്ലോ, അതുണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ? ജനം മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഇല്ല എന്നുള്ളതാണ്. പിന്നെയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അവിടെ പണി നടക്കുന്നില്ല. അവസാനം ആര് പറയുന്നു? KPCC പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾക്ക് 5.28 മറ്റോ കോടി രൂപയാണ് ആകെ കിട്ടിയത്, ഞങ്ങൾക്ക് പിരിച്ചിട്ട് പണം കിട്ടിയിട്ടില്ല എന്ന് ഈ സമൂഹത്തോട് പറയാം. അതായത് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ, അതും ദുരന്തത്തെ മുൻനിർത്തി പറഞ്ഞ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പോലും പാലിക്കാൻ പറ്റാതെ ഇളിമ്പ്യരായി നിൽക്കുന്ന കോൺഗ്രസ് ആണ് മറുവശത്തുള്ളത്. ഇവിടെ ഈ പേരാമ്പ്ര മണ്ഡലം സാധാരണഗതിയിൽ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഉറച്ച സീറ്റാണ് പേരാമ്പ്ര മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇത്തവണ ഒരു ടൈറ്റ് മത്സരമായിരിക്കുമോ? അത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. പേരാമ്പ്രയൊന്നും ഒരു ടൈറ്റും ഇല്ല. ജനം TP രാമകൃഷ്ണനെ
നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും. വൻ ഭൂരിപക്ഷത്തിലായിരിക്കും, ചരിത്ര ഭൂരിപക്ഷത്തിലായിരിക്കും പേരാമ്പ്രയിൽ ടി.പി. രാമകൃഷ്ണൻ വിജയിക്കാൻ പോകുന്നത്. വർഗീയത പറഞ്ഞ അവിടെ വോട്ട് പിടിക്കുന്നുവെന്നാണ് UDFന്റെ ആരോപണം. അനൗൺസ്മെന്റ് വിവാദമൊക്കെ എടുത്ത് കാണിച്ച് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളുടെ പ്രസംഗം, ഒരാൾ പറഞ്ഞത് ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തൊന്ന് തിരിഞ്ഞു നടന്നാൽ സ്വർഗത്തിലേക്കാണെന്ന, മറ്റൊരാൾ പറഞ്ഞത് എന്താ, മതമാണ് പ്രശ്നം എന്ന് ആവർത്തിച്ച് പറയാം. അപ്പോൾ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്ത് രാഷ്ട്രീയ വർഗീയതയല്ലേ? അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വർഗീയത? അല്ല, ഈ പച്ചക്ക് ജനങ്ങളോട് ഈ തരത്തിൽ പ്രസംഗത്തിലൂടെ പറയുന്നതാണോ വർഗീയത? അത് ജനം വിലയിരുത്തും. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നേതാക്കളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. കൊല്ലത്ത് UDFന് 6 സീറ്റുകൾ ഉറപ്പെന്ന കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ. സർക്കാർ വിരുദ്ധ കാറ്റ് കൊല്ലം ജില്ലയിലും പ്രകടമാണെന്ന് ബിന്ദു കൃഷ്ണ 24നോട് പറഞ്ഞു. കൊല്ലത്തെ ഇത്തവണ ഇടത് കോട്ട തകരുമെന്നാണ് ബിന്ദു കൃഷ്ണയുടെ ആത്മവിശ്വാസം. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയ്ക്കൊപ്പമാണ് ഉള്ളത്. ഈ കഴിഞ്ഞ തവണയും 2 മണ്ഡലം മാത്രമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ അവസാന ലാപ്പിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശമാണ്. കൊല്ലത്ത് എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? കഴിഞ്ഞ അങ്ങേ തവണ ഞങ്ങൾക്ക് 1 സീറ്റ് പോലും ഇല്ലായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ തവണ 2 സീറ്റ് വാങ്ങുകയും 3 സീറ്റ് നേരിയ മാർജിനുകൾക്ക് പരാജയപ്പെടുകയും ഉണ്ടായി. ഇത്തവണ കൊല്ലത്ത് കൂടുതൽ സീറ്റുകൾ, എത്ര കുറഞ്ഞാലും ഒരു 6നും 9നും ഇടയ്ക്ക് സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ആത്മവിശ്വാസത്തിന് കാരണം? കേരളമെമ്പാടും ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ അത് വളരെ പ്രകടമാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ളതാണ്. അതിനും അപ്പുറത്ത് വലിയ തരംഗമാണ് UDFന് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. പറഞ്ഞതുപോലെ ഇടത് കോട്ട എന്നാണ് കൊല്ലം അറിയപ്പെടുന്നത്. ഒരു പക്ഷേ കണ്ണൂരിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഇടത് പ്രചാരണത്തിന് ഇറങ്ങുന്ന ഒരു ജില്ലയാണ്. ഇത്തവണ അവരുടെ ആ ആവേശത്തിന് ഒരു കോട്ടം സംഭവിക്കുമെന്നുള്ളതാണ്. ജനങ്ങൾ തീരുമാനിച്ചാൽ ഏത് കോട്ടയാണ് പൊളിയാത്തത്? 30 വർഷക്കാലത്തെ കൊല്ലം കോർപ്പറേഷൻ്റെ 25 വർഷം കോർപ്പറേഷനും അതിനു മുമ്പ് 5 വർഷം മുനിസിപ്പാലിറ്റിയും ആ കോട്ട പൊളിച്ചില്ലേ ഞങ്ങൾ? കേരളമെമ്പാടും ആ LDFൻ്റെ കോട്ട പൊളിയും. അവർ PR വർക്ക് പോലെ ഒരു ബലൂൺ പോലെ ഊതി വച്ചിരിക്കുന്ന ആ ബലൂൺ ജനങ്ങൾ ഒരു വോട്ടിംഗ് മെഷീനിൽ കൈ അമർത്തുമ്പോഴേക്കും ആ ബലൂൺ പൊട്ടിത്തകരും. വിജയം ഉറപ്പിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലം മണ്ഡലം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു വിജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് നിന്ന് UDFന് ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കാമോ? അത്തരം കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഒരു കാര്യം മാത്രം, കൊല്ലത്തെ പ്രിയപ്പെട്ട ജനങ്ങളുടെ, വിശേഷിച്ച് വോട്ടർമാരുടെ പിന്തുണയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. 10 വർഷക്കാലമായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു MLA ഉള്ളതും ഇല്ലാത്തതും തുല്യമായിട്ടാണ് പോകുന്നത്. കേരളം ഉറ്റുനോക്കുന്ന കടുത്ത പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്, കൊട്ടാരക്കരയും പത്തനാപുരം. അവിടെ ജനങ്ങൾ എന്ത് വിധി എഴുതുമെന്നുള്ളതാണ് പ്രതീക്ഷ. UDFന് അനുകൂലമായി തന്നെ വിധി എഴുതുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ബിന്ദു കൃഷ്ണയാണ് അപ്പോൾ 24നൊപ്പം സംസാരിച്ചത്. അവസാന ലാപ്പിലും പ്രചാരണ തിരക്കിലാണ് ബിന്ദു കൃഷ്ണ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ഇന്ത്യയുടെ ത്രിതല ആണവോർജ്ജ പദ്ധതിയിലെ നിർണായകമായ 2ാം ഘട്ടത്തിന് തുടക്കം. കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായി. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത റിയാക്ടറിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണിവ. രാജ്യത്തിന്റെ തോറിയ നിക്ഷേപം പ്രയോജനപ്പെടുത്തുന്ന ഘട്ടത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പാണിത്. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവ് ലോകത്തിന് മുന്നിൽ വ്യക്തമായി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനത്തിന് ലഭിച്ച വലിയ അംഗീകാരമാണിതെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭാവിയിലെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അത്യാധുനിക ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വലിയ പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.